പ്രതികൾക്ക് ശിക്ഷ ഇളവ് അനുവദിക്കാൻ പിണറായി വിജയൻ നടത്തിയ കരുനീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP-യെയും കേരളത്തിൽ അടിച്ചു തകർക്കാനുള്ള രാഷ്ട്രീയ കരുനീക്കമായിരുന്നു. 3 പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകി അതിന്റെ ഉത്തരവാദിത്തം നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പിണറായിയുടെ ഓഫീസിലെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖന്റെ തലയിൽ ഉദിച്ച കുബുദ്ധിയായിരുന്നു ഇത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് രാഷ്ട്രീയ തടവുകാരും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരും അടക്കം 900 പേർക്ക് ശിക്ഷ ഇളവ് അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ മറവിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് കൂടി ഇളവ് നൽകാനുള്ള പിണറായിയുടെ ശ്രമം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ആസാദ് കി അമൃത് മഹോത്സവ് എന്ന പേരിലുള്ള കേന്ദ്ര തീരുമാനപ്രകാരമാണ് ശിക്ഷ ഇളവ് അനുവദിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണെന്ന് പ്രചരിപ്പിച്ച് പ്രതികളെ രക്ഷിച്ച് BJP ആണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനായിരുന്നു CPM ലക്ഷ്യം വെച്ചിരുന്നത്. ഇളവില്ലാതെ 20 വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേകം വിധിച്ചിട്ടുള്ള TP കേസ് പ്രതികളിൽപ്പെട്ട TK രജീഷ്, മുഹമ്മദ് ഷാഫി, K സിജിത്ത് എന്നിവർക്കാണ് ശിക്ഷ ഇളവ് നൽകാൻ പിണറായിയുടെ ഓഫീസും ശ്രമിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാനായി തയ്യാറാക്കിയ 56 പ്രതികളുടെ പട്ടികയിൽ TP കേസ് പ്രതികളെ കൂടി ഇതിനായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ശിക്ഷ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസിന് നൽകിയ കത്ത് പുറത്തായതോടെയാണ് കരുനീക്കം പൊളിയുന്നത്. TP വധക്കേസിലെ 4ാം പ്രതിയാണ് TK രജീഷ്, മുഹമ്മദ് ഷാഫി 5ാം പ്രതിയും K സിജിത്ത് 6ാം പ്രതിയുമാണ്. ജൂൺ 13 കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തിലാണ് ഇവരുടെ പേരുകളും നൽകുന്നത്. ആഭ്യന്തര നിയമ സെക്രട്ടറിമാർ, ജയിൽ മേധാവി എന്നിവരടങ്ങിയ സമിതിയാണ് ഇതിനായി സർക്കാരിന് ശുപാർശ നൽകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 368 പേരടക്കം 1300 തടവുകാർക്ക് ഇളവ് നൽകാനായിരുന്നു ആദ്യ ശുപാർശ. ഇത് പിന്നീട് 900 ആക്കി വെട്ടിച്ചുരുക്കുകയായിരുന്നു. തലസ്ഥാനത്തെ ജയിലുകളിലെ 240 പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇവരിൽ ചിലരുടെ കുടുംബങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ ജയിൽ മോചിതരാകാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത കസേരയിൽ ഇരിക്കുന്ന ഒരു പ്രമുഖൻ പിരിവ് നടത്തിയതായും സ്ഥിരീകരിക്കാനാവാത്ത വിവരങ്ങളും ഉണ്ട്. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് അനുവദിക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ സംഭവം വിവാദമായതോടെ പറഞ്ഞിട്ടുണ്ട്. ആസാദി കി അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി 10 വർഷം തടവ് പൂർത്തിയാക്കിയവർക്ക് ശിക്ഷ ഇളവിന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരം തടവുകാരുടെ പട്ടികയുണ്ടാക്കിയതിലാണ് TP കേസ് പ്രതികൾ കടന്നുകൂടിയത്. ഇവർക്ക് 20 വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ലെന്ന കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. ഇവരടക്കം നിരവധി പേരുടെ ശിക്ഷാവിധിയിൽ ഇത്തരത്തിലുള്ള കോടതി നിർദ്ദേശമുണ്ട്. ഇവരെയെല്ലാം ഇളവിൽ നിന്ന് ഒഴിവാക്കിയെന്നും ജയിൽ മേധാവി പറയുന്നു.